സർക്കാരിനെതിരെ പ്രക്ഷോഭത്തിനിറങ്ങിയ കർഷകർക്ക് നൽകിയ ഉറപ്പുകൾ ഒന്നുപോലും പാലിക്കപ്പെട്ടിട്ടില്ലെന്നും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ KM ഖാദർ മൊയ്തീൻ പറഞ്ഞു. സ്വതന്ത്ര കർഷക സംഘം സുവർണ ജൂബിലി സമാപനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിളകൾക്ക് മിനിമം താങ്ങുവിലയടക്കം ഇല്ലാതാക്കിയ അവസ്ഥയിലൂടെയാണ് കാർഷിക മേഖല മുന്നോട്ടു പോകുന്നത്. കേരളത്തിലടക്കം കാർഷിക വിളകളുടെ സംഭരണമടക്കം നിലച്ചിരിക്കുകയാണ്. കർഷകരുടെ വരുമാനം ഇരട്ടിക്കുമെന്നും താങ്ങുവില വർദ്ധിപ്പിക്കുമെന്നും പ്രഖ്യാപിച്ചെങ്കിലും ഇതെല്ലാം താഴോട്ടുപോയി. തെരഞ്ഞെടുപ്പ് വേളയിൽ 135ഓളം റാലികളിൽ ഇന്ത്യൻ മുസ്ലിം ലീഗിനെ വിമർശിക്കാനാണ് മോദി ശ്രമിച്ചത്. 25ഓളം കോടി വരുന്ന രാജ്യത്തെ മുസ്ലിങ്ങൾ രാജ്യത്തിന്റെ ഐക്യവും സാമുദായിക സൗഹൃദവും രാജ്യാതിർത്തിയും കാത്തുസൂക്ഷിക്കുന്നവരും രാജ്യത്തിന്റെ ഭരണഘടനയിൽ വിശ്വസിക്കുന്നവരുമാണ്. ലോകത്തിന്റെ ഏറ്റവും നല്ല രാജ്യമാണ് ഇന്ത്യ എന്നത് രാജ്യത്തെ മുസ്ലിം ലീഗുകളുടെ വെറും പ്രഖ്യാപനമല്ല, അത് ഉറച്ച ഒരു വിശ്വാസം തന്നെയാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വീണ്ടും അടിവരയിടുകയാണ്. ഇന്ത്യയുടെ നാനാത്വത്തിൽ ഏകത്വമെന്ന ആത്മാവ് കാത്തു സംരക്ഷിക്കുക തന്നെ ചെയ്യും. കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമ്പോൾ രാജ്യത്തെ ഓരോ കുടുംബവും സംതൃപ്തരാവും. അത് രാജ്യത്തിന്റെ സംതൃപ്തിക്കും സമാധാനത്തിനും വഴിവെക്കും. ഈ യാഥാർത്ഥ്യം ഭരണകൂടങ്ങൾ തിരിച്ചറിയണം. രാജ്യത്തെ കർഷകരുടെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടാൻ സ്വതന്ത്ര കർഷക സംഘം ദേശീയതലത്തിൽ വളർന്നിട്ടുണ്ട്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ എല്ലാ പോഷക സംഘടനകളും ദേശീയതലത്തിൽ വലിയ പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്നും അതിന് തെളിവാണ് സ്വതന്ത്ര കർഷക സംഘമെന്നും അദ്ദേഹം പറഞ്ഞു. Commenced, continued in all the meetings. This is the state, very good state. We have to do in all the meetings at national level also. Very good thing. Because Quran, the Holy Quran, it is said in the Quran itself, Hada balagul lil Insan is the message for the mankind. The Quran is the message for mankind. There is a statement in the Quran itself. Therefore, Quranic message, even in one word, even in one sentence, even in one verse, സ്വതന്ത്ര കർഷക സംഘത്തിന്റെ കേരളത്തിലെ പ്രവർത്തനം ഏറെ പ്രശംസനീയമാണ്. ഈ പ്രവർത്തന മാതൃക രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലേക്കും വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സമ്മേളന സ്പെഷ്യൽ പതിപ്പ് പ്രകാശനവും അദ്ദേഹം നിർവഹിച്ചു. പ്രസിഡന്റ് കുറുക്കോളി മൊയ്തീൻ MLA അധ്യക്ഷനായി. ആന്ധ്ര സംസ്ഥാന മുസ്ലിം ലീഗ് പ്രസിഡന്റ് ബഷീർ അഹമ്മദ് സപ്ലിമെന്റ് പ്രകാശനം നിർവഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി കളത്തിൽ അബ്ദുള്ള, STU ദേശീയ പ്രസിഡന്റ് അഹമ്മദ് കുട്ടി ഉണ്ണികുളം, മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CP ബാവ ഹാജി, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് TS സിദ്ദീഖ്, സ്വതന്ത്ര കർഷക സംഘം ഓർഗനൈസിംഗ് സെക്രട്ടറി C മുഹമ്മദ് കുഞ്ഞി സ്വാഗതവും ട്രഷറർ KK അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന കർഷക സെമിനാറും വെബ്സൈറ്റ് ലോഞ്ചിങ്ങും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം ഉദ്ഘാടനം ചെയ്തു. UTV ന്യൂസ്, പാലക്കാട്.